ക്രിസ്മസ് ഒരുക്ക ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ രക്ഷാകരമായ സുവിശേഷം 1-ാമത്തെ അധ്യായം 45-ാമത്തെ വചനം. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്നു: കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. കന്യകമറിയാമിനെ പറ്റി ചിന്തിക്കാതെ ഒരു ക്രിസ്മസ് കാലവും കടന്നു പോകുന്നില്ല. ഭാഗ്യവതിയും ശുദ്ധിമതിയുമായ ദൈവമാതാവ് മനുഷ്യ ജീവിതത്തിൽ സ്വന്തമാക്കേണ്ടതിനെ സ്വന്തമാക്കിയവളാണ് മറിയം. മറിയം ദൈവത്തെ തന്നെ സ്വന്തമാക്കി. ദൈവം അവളെ സ്വന്തമാക്കുകയും ചെയ്തു. ഗബ്രിയേൽ മാലാഖയുടെ ചോദ്യങ്ങൾക്ക് പരിഭ്രമത്തോടെ അവൾ മറുപടി പറഞ്ഞെങ്കിലും അവസാന ഹൃദയത്തെ അവൾ ആ വചനത്തിൻ്റെ മുമ്പാകെ സമർപ്പിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, അവിടുത്തെ വചനം പോലെ എനിക്ക് ഭവിക്കട്ടെ. പൂർണ്ണമായ ഒരു സമർപ്പണം കന്യകമറിയാമിൽ നാം കാണുന്നത് ഇവിടെയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾക്ക് നമ്മൾ യോഗ്യരാകണമെങ്കിൽ വാഗ്ദാനങ്ങളിൽ അടിയുറച്ച വിശ്വാസം അത്യന്താപേക്ഷിതമാണ്. വിശ്വാസത്തിൻ്റെ മകുടോദാഹരണമാണ് കന്യകമറിയാം. തൻ്റെ ചാർച്ചക്കാരിയായിരിക്കുന്ന എലിസബത്ത് മറിയാമിനെ പ്രകീർത്തിക്കുന്ന വാക്കുകൾ ഒരിക്കൽ കൂടി ഓർത്തു നോക്കൂ. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. മറിയാമിൻ്റെ ഭാഗ്യാവസ്ഥ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അരുളപ്പാടിനെ അടിയുറച്ച് വിശ്വസിച്ചു എന്നതിനാലാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള അരുളപ്പാടുകളെ എത്രമാത്രം ആഴമായി, എത്ര കണ്ട് ദൃഢവിശ്വാസത്തോടെ നമുക്ക് ഏറ്റെടുക്കാൻ സാധിക്കുന്നുണ്ടെന്ന് ഈ ക്രിസ്മസ് കാലം നമ്മോട് ചോദിക്കുകയാണ്. ദൈവാത്മാവ് കൊണ്ട് നിറഞ്ഞ വ്യക്തിക്ക് ഒരിക്കലും അലസനായിരിക്കാൻ കഴിയില്ല. കന്യകമറിയാം നന്മ നിറഞ്ഞവളാണ്. മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക എന്നതാണ് അവളുടെ മുഖമുദ്ര. അതുകൊണ്ട് ഏതൊരു ക്രിസ്തുവിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ ഏറ്റെടുക്കേണ്ട പരമപ്രധാനമായ കടമയാണ് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുക, മറ്റുള്ളവരുടെ നന്മയ്ക്ക് കാരണമായി തീരുക. മറിയാം എലിസബത്തിനോട് അടുപ്പമുണ്ടായിരുന്നിട്ടും ചാർച്ചയുണ്ടായിരുന്നിട്ടും അവളെക്കുറിച്ചുണ്ടായ ഗബ്രിയേൽ മാലാഖയുടെ വാക്കുകളെ അടിയുറച്ച് വിശ്വസിച്ചു. അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 39-ാമത്തെ വചനത്തിൽ നാം വായിക്കുന്നു. അങ്ങനെ തിടുക്കത്തിൽ മറിയാൻ പോയത് എലിസബത്തിൻ്റെ വീട്ടിലേക്ക് നന്മയുടെ പക്ഷം ചേരാനാണ്. നമ്മൾ ഓടുന്നത് നമ്മുടേതായ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കാനും നമ്മുടേതായ സ്വാർത്ഥ താല്പര്യങ്ങളുടെ പിന്നാലെയുമാണെന്ന് എന്നാണ് നാം തിരിച്ചറിയുക. മറിയത്തിൻ്റെ ഏറ്റവും വിശിഷ്ടമായ ആശ്രയം എന്ന് പറയുന്നത് ദൈവമായിരുന്നു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്കായി വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 48-49 വചനങ്ങൾ. തന്നെ ഒരു മൃഗമായോ സ്ത്രീയായോ സൃഷ്ടിക്കാതിരുന്നതിന് ദൈവമേ അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞ് യഹൂദന്മാർ പ്രഭാതം ആരംഭിക്കുന്ന ഒരു സമൂഹത്തിലാണ് കന്യകമറിയാം ഇങ്ങനെ പറയുന്നതെന്ന് നാം ഒന്നോർക്കണം. കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് നനച്ചിരിക്കാത്തൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടി വന്നപ്പോൾ മറിയാം പറയുന്നത്, അവൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ചെയ്യുവിനെന്നാണ്. വിശുദ്ധ യോഹന്നാൻ്റെ രക്ഷാകരമായ സുവിശേഷം
2-ാമത്തെ അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. ഓർക്കുക പ്രിയപ്പെട്ടവരെ, ദൈവമറിയാതെ യാതൊന്നും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുകയില്ല. ആ ഒരു വലിയ വിശ്വാസം നമ്മുടെ ഹൃദയത്തിൽ ആഴപ്പെടണം. അവൻ പറയുന്നത് പോലെ ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ചെയ്താലേ ജീവിതത്തിൻ്റെ സാധാരണത്വങ്ങളെ അസാധാരണത്വങ്ങളായി മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കാനാവിലെ കല്യാണ വീട്ടിൽ നിന്നുകൊണ്ട് പറഞ്ഞാൽ, പച്ചവെള്ളത്തെ മേൽത്തരം വീഞ്ഞാക്കി മാറ്റണമെങ്കിൽ ദൈവത്തിൻ്റെ വാക്കുകളിൽ അടിയുറച്ച് വിശ്വസിക്കണം. കർത്താവ് പറയുന്നത് പോലെ തന്നെ നാം പ്രവർത്തിക്കണം. ദൈവാത്മാവ് നിറഞ്ഞ കന്യകമറിയാം ചെന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു. മറിയാമിൻ്റെ അഭിവാദന സ്വരം കേട്ട മാത്രയിൽ അവളുടെ ചാർച്ചക്കാരിയായ, സമൂഹം മച്ചി എന്ന് വിളിച്ചിരുന്ന എലിസബത്ത് പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറഞ്ഞ് ഉച്ചത്തിൽ പാടിയതും ആർത്തതും അതുകൊണ്ടാണ്. നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും ഒരാത്മപരിശോധനയ്ക്ക് വിധേയമാക്കുവാൻ നമുക്ക് സാധിക്കണം. ഈ ക്രിസ്മസ് കാലം ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാൻ, വിധേയപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 48-ാമത്തെ വചനത്തിൽ മറിയാം ഉറച്ച് വിശ്വസിച്ച് പ്രഖ്യാപിക്കുന്നു, ദൈവം തൻ്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചിരിക്കുന്നു. ദൈവസന്നിധിയിൽ നമുക്ക് വിനയപ്പെടാം, കുടുംബമായി നമ്മെ തന്നെ സമർപ്പിക്കാം, നമ്മെ ഒരുക്കാം, ഒന്ന് ശുദ്ധീകരിക്കാം. ഈ ക്രിസ്മസിൻ്റെ വ്രതാനുഷ്ഠാനങ്ങളിൽ ദൈവഹിതത്തോട് ചേർന്നിരുന്ന് ആത്മപരിശോധന നടത്തി തെറ്റുകളും കുറ്റങ്ങളും സുവിശേഷം നിർദ്ദേശിക്കുന്ന പരിഹാര മാർഗങ്ങളിലൂടെ ചിട്ടപ്പെടുത്തി നമ്മുടെ ആത്മാവിനെ നിത്യരക്ഷയിലേക്ക് ആനയിക്കാൻ നമുക്ക് സാധിക്കണം. അതിന് ക്രിസ്മസ് കാലം എനിക്കും നിങ്ങൾക്കും സഹായകരമായി തീരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും ദൈവിക ചൈതന്യം നിലനിൽക്കുന്ന ധന്യ മുഹൂർത്തങ്ങളും ആശംസിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ.